നമസ്കാരം, പ്രസ് ലൈവ് ന്യൂസിലേക്ക് സ്വാഗതം. യഥാർത്ഥ സംഭവങ്ങളെ ആസ്പദമാക്കി മലയാളത്തിൽ സമീപകാലത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ചിത്രങ്ങളുടെ തുടർച്ചയാണ് തങ്കമണി. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ 1986 ഇടുക്കി ജില്ലയിലെ തങ്കമണിയിൽ നടന്ന പോലീസ് നരനായാട്ടാണ് ചിത്രത്തിന്റെ പ്രമേയം. കട്ടപ്പന തങ്കമണി റൂട്ടിൽ ഓടിയിരുന്ന ഒരു സ്വകാര്യ ബസ്സിലെ ജീവനക്കാർക്കും തങ്കമണിക്കാരായ കോളേജ് വിദ്യാർത്ഥികൾക്കുമിടയിൽ ആരംഭിച്ച തർക്കവും സംഘർഷവും എങ്ങനെയാണ് ഒരു നാടും പോലീസ് സംവിധാനവും തമ്മിലുള്ള സംഘർഷമായി മാറിയതെന്ന് ചിത്രം കാട്ടിത്തരുന്നു. യഥാർത്ഥ സംഭവ വികാസങ്ങളെ ഏറെക്കുറെ പിന്തുടർന്ന് എന്നാൽ ഫിക്ഷന്റെ സാധ്യതകളും ഉപയോഗപ്പെടുത്തി സിനിമാറ്റിക്കായാണ് രതീഷ് രഘുനന്ദൻ സിനിമ ഒരുക്കിയിരിക്കുന്നത്. രതീഷിൻ്റേത് തന്നെയാണ് ചിത്രത്തിന്റെ തിരക്കഥയും. നേരത്തെ ഉടൽ എന്ന ചിത്രത്തിലൂടെ ശ്രദ്ധ നേടിയ സംവിധായകനാണ് രതീഷ് രഘുനന്ദൻ. ആബേൽ ജോഷിയമാത്തൻ എന്ന കഥാപാത്രത്തെയാണ് ദിലീപ് അവതരിപ്പിക്കുന്നത്. സംഘർഷങ്ങളിലൊന്നും ഉൾപ്പെടാതെ എന്നാൽ പോലീസ് നടപടികളിൽ ഇരകളാക്കപ്പെട്ടവരുടെ പ്രതിനിധിയാണ് ഈ കഥാപാത്രം. ഗൾഫിൽ നിന്ന് ലീവിൽ നാട്ടിലെത്തി 1 മാസം കുടുംബത്തിനും കൂട്ടുകാർക്കുമൊപ്പം സന്തോഷകരമായി സമയം ചിലവിടാൻ വിചാരിച്ചെത്തുന്ന ആബേലിന് മുന്നിൽ കാലം കാത്തുവെച്ചത് തികച്ചും അപ്രതീക്ഷിതമായ മറ്റു ചിലതായിരുന്നു. അതിനെ അയാൾക്ക് ജീവിതം കൊണ്ട് പ്രതിരോധിക്കാനാവുമോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് തങ്കമണി എന്ന സിനിമ. ഒരേ പാറ്റേണിൽ നടക്കുന്ന ചില കൊലപാതകങ്ങളുടെ പോലീസ് അന്വേഷണങ്ങളിൽ നിന്ന് കൗതുകകരമായ തുടക്കമാണ് ചിത്രത്തിൻ്റേത്. പിന്നീട് പതുക്കെ തങ്കമണിയിലേക്കും അവിടുത്തെ 80കളിലേക്കും രതീഷ് രഘുനന്ദൻ നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നു. ഭയാനകമായത് എന്തോ സംഭവിക്കാനിരിക്കുന്നുവെന്ന തോന്നൽ തുടക്കം മുതൽ സൃഷ്ടിക്കുന്നുണ്ട് സംവിധായകൻ. ചുരുങ്ങിയ സമയം കൊണ്ട് കഥാപാത്രങ്ങളെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിൽ സംവിധായകന് വിജയിക്കാനായതിനാലാണ് പിന്നീട് നടക്കുന്ന സംഭവങ്ങളിൽ വൈകാരികമായ അനുഭവം പകരാനും അദ്ദേഹത്തിന് കഴിയുന്നത്. പറയുന്ന ഗൗരവമുള്ള കഥയിൽ നിന്ന് അനാവശ്യ സബ് പ്ലോട്ടുകളിലേക്ക് പോയി നേരം കളയുന്നില്ല എന്നതാണ് ചിത്രത്തിന്റെ തിരക്കഥയിലെ പ്ലസ്. മനു ജഗത്താണ് ചിത്രത്തിന്റെ കലാസംവിധാനം. മുൻപ് ദിലീപ് അവതരിപ്പിക്കാത്ത തരത്തിലുള്ള കഥാപാത്രമാണ് തങ്കമണിയിലെ ആബേൽ ജോഷിയമാത്തൻ. വേറെ ജീവിത പദ്ധതികളുണ്ടായിരുന്ന എന്നാൽ അപ്രതീക്ഷിത സംഭവങ്ങളാൽ ആഴത്തിൽ സ്വാധീനിക്കപ്പെടുന്ന ഈ കഥാപാത്രം ഒരു അഭിനേതാവിന് എളുപ്പത്തിൽ അവതരിപ്പിച്ചു പോകാൻ കഴിയുന്ന ഒന്നല്ല. അങ്ങനെയുള്ള ആബേലിനെ ദിലീപ് നന്നായി സ്ക്രീനിൽ എത്തിച്ചിട്ടുണ്ട്. നീത പിള്ളയും പ്രണിത സുഭാഷുമാണ് ചിത്രത്തിലെ നായികമാർ. മനോജ് കെ ജയൻ, കോട്ടയം രമേശ്, ജോൺ വിജയ്, സമ്പത്ത് റാം തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റു കഥാപാത്രങ്ങൾ.